കൊളസ്ട്രോൾ കുറയ്ക്കാൻ ആദ്യമായി നമുക്ക് വേണ്ടത് മാനസികമായി പ്രിപ്പയർ ആവുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇതുവരെ ഭക്ഷിച്ചിരുന്ന ഭക്ഷണ രീതിയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയും ഒക്കെ ഒരു മാറ്റം വരുത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അത് നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഈ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ലക്ഷണങ്ങളോ മറ്റോ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവായതുകൊണ്ടും ആളുകൾ പെട്ടെന്ന് തന്നെ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ചെയ്ത് ഭക്ഷണ രീതിയിലൊക്കെ മാറ്റം വരുത്തി നോക്കി പിന്നെ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് പോകുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. അങ്ങനെ ചെയ്തതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകും എന്നുള്ളൊരു നിശ്ചയദാർഢ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം വ്യായാമം ശീലമാക്കുക എന്നുള്ളതാണ്. വ്യായാമം ശീലമാക്കുന്നതിലൂടെ നമ്മുടെ കൊളസ്ട്രോളിന് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്ന ആളുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വ്യായാമം ചെയ്യുക. അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്ന സമയത്ത് വലിയ ഹെവി ആയിട്ടുള്ള വ്യായാമമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടുള്ള നടത്തമോ അല്ലെങ്കിൽ സൈക്ലിംഗ്, സ്വിമ്മിംഗ് പോലുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്താൽ മതിയാവും. വ്യായാമം ചെയ്യുന്ന സമയത്ത് ചുരുങ്ങിയത് ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയെങ്കിലും എല്ലാ ദിവസവും വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും ചെയ്തിട്ടില്ലെങ്കിലും ആഴ്ചയിൽ 5 ദിവസമെങ്കിലും എന്തായാലും ചെയ്യണം. ഇത് ശീലമാക്കി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് വ്യായാമം 1-2 ദിവസം ചെയ്ത് നിർത്താതെ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ചെയ്യാതെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി തന്നെ ഇതിനെ കൊണ്ടുപോകൽ വളരെ നിർബന്ധമാണ്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഭക്ഷണത്തിൽ അന്നജത്തിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കഴിക്കുന്ന അന്നജം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന അരിയാഹാരം അതുപോലെ തന്നെ കിഴങ്ങുവർഗ്ഗങ്ങളൊക്കെ അന്നജത്തിൽ പെടും. ഈ അന്നജത്തിന്റെ അളവ് പരമാവധി നമ്മൾ കുറയ്ക്കണം. കാരണം യഥാർത്ഥത്തിൽ അന്നജത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് തീരെ ഇല്ലാത്തൊരു ഭക്ഷണമാണ്. പക്ഷെ നമ്മൾ അന്നജം അധികമായിട്ട് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയും ഈ അമിതമായിട്ടുള്ള എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് അത് ഫാറ്റായി നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് അന്നജം അധികമായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ്, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്ന കൊഴുപ്പിന്റെ അളവ് കൂടാൻ വേണ്ടി വളരെ കാരണമായ ഒരു ഭക്ഷണമാണ് ഈ അന്നജം. അതുകൊണ്ട് അരി ആഹാരങ്ങൾ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. ഈ അരിയാഹാരങ്ങളിൽ പെടുന്ന ഒരു ഭക്ഷണം തന്നെയാണ് മധുരമുള്ള ഭക്ഷണം. ഈ അധികമായിട്ട് മധുരം കഴിച്ചാലും ഈ അന്നജത്തിന്റെ അതേയൊരു പ്രശ്നം തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മധുരമുള്ള ഭക്ഷണങ്ങളും പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഭക്ഷണത്തിൽ ഒമേഗ-3 ഫാറ്റി ആസിഡ് ഉള്ള ഭക്ഷണങ്ങൾ അധികമായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ഒമേഗ-3 ഫാറ്റി ആസിഡ് നമ്മുടെ ട്രൈഗ്ലിസറൈഡിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇതുമൂലം ഹാർട്ട് അറ്റാക്ക് പോലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മെ അത് തടയുന്നു. അതുകൊണ്ട് ഒമേഗ-3 ഫാറ്റി ആസിഡ് ഭക്ഷണങ്ങൾ അധികമായിട്ട് കഴിക്കുക. നമ്മുടെ കടൽ മത്സ്യങ്ങളായ അയല, മത്തി, ചൂര പോലുള്ള മീനുകളിൽ ഈ ഒമേഗ-3 ഫാറ്റി ആസിഡ് അധികമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല മത്സ്യങ്ങളിലും അധികമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മത്സ്യവിഭവങ്ങൾ, കടൽ മത്സ്യങ്ങൾ അധികമായിട്ടും കൂടുതലായിട്ടും കഴിക്കുക. ഇത് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മൾ പൊരിച്ചും വറുത്തും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ അല്ലാത്ത രീതിയിൽ കഴിക്കുന്നതാണ് വളരെ നല്ലത്. നമുക്ക് എല്ലാ മത്സ്യങ്ങളും കഴിക്കാമെങ്കിലും ചെമ്മീന്, ഞണ്ട്, അതുപോലെ തന്നെ കല്ലുമ്മക്കായി പോലുള്ള ഷെൽ ഫിഷുകളൊക്കെ ഇത് കൊളസ്ട്രോൾ അധികമാക്കുന്ന ഭക്ഷണങ്ങളാണ്. അതുകൊണ്ട് മത്സ്യം കഴിക്കാമെങ്കിലും ഇതുപോലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഭക്ഷണത്തിൽ ഫൈബർ ഭക്ഷണങ്ങൾ അധികമായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ള, ഫൈബർ കണ്ടന്റുള്ള നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. എല്ലാവിധ പച്ചക്കറികളിലും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളിലും പഴങ്ങളിലുമൊക്കെ ഒരുപാട് ഫൈബർ കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് അധികമായിട്ട് കഴിക്കുക. ഈ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ അധികമായിട്ട് കഴിക്കുന്നതിലൂടെ നമ്മുടെ കൊളസ്ട്രോളിന്റെ ആഗിരണത്തെ അത് നിയന്ത്രിക്കും. പഴങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മധുരം കുറഞ്ഞ പഴങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ബദാം, വാൽനട്ട് പോലുള്ള ഡ്രൈ ഫ്രൂട്ടുകൾ അധികമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അടുത്തതായി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, നമ്മുടെ പാചക എണ്ണയുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഏത് എണ്ണയായാലും 2-3 സ്പൂൺ ഒരു ദിവസത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക.
മാക്സിമം പാചക എണ്ണയുടെ ഉപയോഗം കൊടുക്കുക. എണ്ണയിൽ പൊരിച്ചതും വറുത്തതുമായ ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഈ എണ്ണ എന്ന് പറയുന്നത് ചൂടാക്കും തോറും അപകടകാരിയാവുന്ന ഒന്നാണ്. അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ സൺഫ്ലവർ ഓയിൽ, കടുകെണ്ണ, ഒലീവ് ഓയിൽ പോലുള്ള എണ്ണകളൊക്കെ വളരെ നല്ലതാണ്. ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മായം ചേർക്കാത്ത രീതിയിലുള്ള എണ്ണ വാങ്ങാൻ ശ്രമിക്കുക. മായം ചേർത്ത എണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗുണങ്ങളൊന്നും ലഭിക്കുകയില്ല. അടുത്തതായി മാംസാഹാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന ബീഫ്, പന്നിയിറച്ചി, അതുപോലെ തന്നെ ആട്, തൊലി കളയാത്ത ചിക്കൻ എന്നിവയിലൊക്കെ ഒരുപാട് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ കൊളസ്ട്രോളിന്റെ അളവ് ക്രമാതീതമായി കൂടുന്നു. അതുകൊണ്ട് ഈ ഭക്ഷണങ്ങളെല്ലാം നാം ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ കഴിക്കുന്ന മുട്ടയുടെ മഞ്ഞ, ലിവർ, കിഡ്നി, തലച്ചോറ് തുടങ്ങിയ ഭക്ഷണങ്ങളിലൊക്കെ അധികമായിട്ട് കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. ഈ ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുക. അതുപോലെ തന്നെ ഡയറി പ്രൊഡക്റ്റുകൾ ഒഴിവാക്കുക. അതായത് പാല്, നെയ്യ്, വെണ്ണ തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. ഇതിലൊക്കെ വളരെ അധികം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. അതുകൊണ്ട് ഒരു 2-3 മാസം ഈ ശരിയായ രീതിയിലുള്ള വ്യായാമവും അതുപോലെ തന്നെ ഈ ഭക്ഷണ രീതിയിലുള്ള മാറ്റവും ഒക്കെ ഒരു 2-3 മാസമെങ്കിലും തുടർന്ന് ചെയ്ത് നോക്കിയിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കേണ്ടി വരും. കാരണം എല്ലാ കൊളസ്ട്രോളും ഭക്ഷണത്തിലൂടെയും മറ്റും നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. കാരണം കൊളസ്ട്രോൾ കൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ലിവറിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഒക്കെ കൊളസ്ട്രോൾ അധികമാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഒന്നും ഈ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് 2-3 മാസം ഇത് നോക്കിയിട്ട് കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് വിദഗ്ധ ചികിത്സ സ്വീകരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ടതിന് താങ്ക്സ്.